وعلى آله وصحبه أجمعين وبعد. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. പ്രയാതനീയരായ സത്യവിശ്വാസി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തൻ്റെ ഉമ്മത്തിനെ ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇത്തഖുല്ലാഹ മസ്തതഅതും. നിങ്ങൾ അല്ലാഹുവിനെ പരമാവധി സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പൂർണ്ണമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ അനുഗ്രഹമാണ്. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൂറത്തുകൾ, 114 സൂറത്തുകൾ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് തന്ന വേളയിൽ അതിനെക്കുറിച്ച് സംശയം ചോദിച്ചിരുന്ന സ്വഹാബികളുടെ ചരിത്രവും നമുക്ക് കേട്ടറിയുന്നുണ്ട്. സൂറത്തു മുഹമ്മദ് എന്ന സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നത്. ഒരു സൂറത്ത് തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറയാൻ വേണ്ടി അല്ലാഹ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാൻ സമയം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു അതിലെ ആയത്തുകൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങൾ റസൂലിനാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ കൂടി റസൂലിന്റെ കഥ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കഥ എന്നാൽ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കഥകൾ പറഞ്ഞു തരാത്തതിന് കാരണം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായ ഹിക്മത്ത്, അല്ലാഹുവിന് അതിന്റെ പിന്നിൽ കൃത്യമായ യുക്തിയുണ്ട്, അദലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു എന്തൊന്ന് ഖുർആനിൽ പറഞ്ഞുവോ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അനാവരണം ചെയ്യുവാൻ, നമുക്ക് ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഒരുപാട് ഗുണപാഠങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയിൽ നിന്ന് മാത്രമായിക്കൊണ്ട്, സൂറത്ത് യൂസുഫിൽ നിന്ന് മാത്രമായിക്കൊണ്ട് 1000ഓളം ഗുണപാഠങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സൂറത്ത് യൂസുഫിന്റെ വലുപ്പം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തിന്റെ ഒരു ആഴം മനസ്സിലാക്കുവാൻ അത് മാത്രം മതിയാകുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ നമ്മൾ കാതോർക്കേണ്ടതുണ്ട്. അത് പല രീതിയിലാവും നമ്മുടെ ജീവിതത്തിൽ ഓരോ ആൾക്കാർക്കും ബാധിക്കുക. ഒരു ഹദീസ് 10 ആൾക്കും 10 പ്രശ്നമാണെങ്കിലും അതിനൊക്കെ പരിഹാരം ഒരു ഹദീസിലുണ്ടാവും. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിന്റെ ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഫീഹി ശിഫാഉൽ ലിന്നാസ്. ഖുർആനിൽ ശിഫ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ എത്ര പേർക്ക് ഖുർആനിൽ ഒരു ശിഫയുണ്ട് എന്നുള്ളത് എത്ര പേർക്ക് ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഖുർആനിൽ അങ്ങനെ ഒരുപാട് മാസ്മരിക്കുന്നുണ്ട്. ഖുർആന്റെ അർത്ഥം അറിയില്ലെങ്കിൽ കൂടി ഖുർആൻ ഒരുപാട് ഫീലിങ്സുകൾ നമുക്ക് നൽകാൻ കഴിയുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൃത്യമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം നേരിട്ട പരീക്ഷണത്തിന്റെ കഥ തന്നെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയിൽ നിന്ന് അകറ്റപ്പെടുകയാണ്.
ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ഈ സമൂഹത്തിന് ഭയപ്പെടുന്നത് സ്ത്രീകളെ കൊണ്ടുള്ള ഫിത്നയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഫിത്ന തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ലഭിക്കുകയും എന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഥയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മുഅ്മിനിന്, ഈമാനുള്ള മനുഷ്യന് പരീക്ഷണം ഉണ്ടാവും എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ അശദ്ദുൽ ബലാഇ അൽ അംബിയാ, ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുക അത് അമ്പിയാക്കളാണ് എന്നുള്ളതാണ്. എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്ര ഈമാനുണ്ട് എന്ന് തന്നെയാണ് കാരണം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച സ്വഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പ്രാർത്ഥന ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ആരും ഒരിക്കലും മരണത്തെ കുതിക്കരുത് എന്നുള്ളത്. എത്ര പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും ആരും മരണത്തെ കുതിക്കാൻ പാടില്ല. അതിന് അനുവാദം, അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല എന്നതാണ്. എന്നാൽ ഒരാൾ അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുകയും അങ്ങേയറ്റം സഹിക്കാനാവുന്നതിലപ്പുറം പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹുവേ, എനിക്ക് എന്റെ ജീവിതമാണ് ഖൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമെന്നും എന്റെ മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എന്ന് പരീക്ഷണങ്ങൾ വല്ലാതെ കൂടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ജീവിതത്തിന്റെ ഏതോ ഒരു വേളയിൽ വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പരീക്ഷണം തന്നെയാണ് ഒറ്റപ്പെടുക എന്നുള്ളത്. ആരും ഒന്ന് സംസാരിക്കാൻ ആരില്ലാത്ത അവസ്ഥ, ആളുകൾ മുഴുവനും സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തിക്കൊണ്ടോ നമ്മളെ മൈൻഡ് ചെയ്യാതെയോ ഓരോ ആൾക്കാർ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലാണ്. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയ ഉസ്താദായിരുന്നു. ഒരു ഫിത്നയുടെ പേരിൽ അന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പരീക്ഷണത്തിന്റെ പേരിൽ, ഒരു ഫിത്ന അന്ന് പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ഫിത്നയുടെ പേരിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാർ വരുമായിരുന്നു. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ഒരു ആരോപണം കടന്നു വരികയാണ്. ആ സമയത്ത് എല്ലാ ശിഷ്യന്മാരും ആ ആരോപണത്തിൽ വഞ്ചിതരാവുകയും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. ആരും ആ ക്ലാസ്സിൽ ഒന്നും ഇരിക്കുന്നില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി ഒരുപാട് ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി ഇന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് സംഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, മുമ്പ് കാലത്ത് അഹ്ലുസുന്നയ്ക്കിടയിൽ അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ നേർ വിപരീത ചേരിയിലുള്ള ആൾക്കാർ തമ്മിലുള്ള തർക്കം എന്നുള്ളത് ഖുർആൻ കലാമാണോ അല്ലേ എന്നാണ്. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സിഫത്താകുന്ന കലാമാണോ, സംസാരമാണോ, സൃഷ്ടിയാണോ, സൃഷ്ടിയല്ലേ എന്നുള്ളതായിരുന്നു ചർച്ച. അഹ്ലുസുന്നയുടെ വാദം ഖുർആൻ സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ സംസാരമാണ്, കലാമാണ്. അല്ലാഹുവിന്റെ സംസാരം സൃഷ്ടിയാണ് എന്ന് പറയുന്നത് അത് പിഴവാണ് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വാദം. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൃത്യമായ വാദം ഖുർആൻ സൃഷ്ടിയല്ല, അത് സൃഷ്ടാവിന്റെ സംസാരമാണ്, സൃഷ്ടിയാണെന്ന് പറയുന്നത് കുഫറാണ് എന്ന് വരെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാദം കൃത്യമായിരുന്നു. എന്നാൽ ചില ആളുകൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സഹ അധ്യാപകനായിരുന്ന ഒരു വ്യക്തിയുടെ അസൂയ കാരണത്താൽ അദ്ദേഹം പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളിൽ ആളുകൾ വഞ്ചിതരാവുകയും ആളുകളൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഒറ്റപ്പെടുത്തൽ മാത്രമല്ല, ആ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ നാട് നീളം പറഞ്ഞു പ്രചരിപ്പിച്ചു. ഇമാം ബുഖാരി എന്നുള്ളത് ഖുർആൻ സൃഷ്ടിയാണ് എന്ന്, ഖൽഖുൽ ഖുർആനിന്റെ വാദക്കാരനാണ് എന്ന വ്യക്തിയാണ് ഇമാം ബുഖാരി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ വല്ലാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത്. ആ സമയത്ത് ഈ ആരോപണങ്ങൾ കേട്ട് സഹിക്കാൻ കഴിയാതെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പഠിച്ചോനെ, എന്റെ ജീവിതം, എനിക്ക് ഇഷ്ടകാലമുള്ള ജീവിതം അതെനിക്ക് ഹൈറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്നെ ജീവിപ്പിക്കല്ല. ഇനി എങ്ങാനും എന്റെ ശിഷ്ടകാലം എനിക്ക് ഷർറാണെങ്കിൽ എന്നെ ഒന്ന് മരിപ്പിച്ചു തരൂ പഠിച്ചോനെ എന്ന് അത്രയും സഹിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരീക്ഷണ കഥ നമ്മളൊരു ഭാഗത്ത് നമ്മുടെ മനസ്സിൽ വെക്കും. മഹാനായ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ ഒരു കഥ ഉണ്ട്. ആയിഷ ബീവിയുടെ ഇഫ്കിന്റെ സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. മഹദിയായ നമ്മുടെ ഉമ്മ
ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സ്ത്രീ നേരിടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശക്തമായ ആരോപണമാണ് വ്യഭിചാര ആരോപണം എന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വൻപാപങ്ങൾ എണ്ണിയ സമയത്ത് റസൂൽ പറഞ്ഞു ഖദ്ഫുൽ മുഹ്സനാത്ത്, പവിത്രതകളായ സ്ത്രീകളെ പറ്റി ആരോപണം പറയാന്നുള്ളത് വൻപാപമാണ്. സംസാരത്തിൽ ഭയങ്കര ഗുരുതര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചില വാക്കുകൾ നമ്മളെ നരകത്തിൽ എത്തിക്കുന്നു. ചില കലിമത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, എന്നാൽ ചില ആളുകളുടെ ചില നാവുകൾ കൊണ്ട് അവൻ നരകത്തിൽ വീഴുന്നു പറഞ്ഞില്ലേ, ഇതുപോലത്തെ സംസാരങ്ങൾ കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖദ്ഫുൽ മുഹ്സനാത്ത്, പവിത്രതകളായ സ്ത്രീകളെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ അവർ നരകോർപ്പാണ്, അവൻ വൻപാപം ചെയ്തു എന്നുള്ളതാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖുകളായ വ്യക്തികൾ, ആയിഷ റളിയല്ലാഹു അൻഹയും മഹാനായ സ്വഹാബി സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പരസ്പരം കാണുകയുണ്ടായി എന്നുള്ളതാണ്. നമ്മളൊക്കെ കേട്ട കഥയാണ്. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല കളഞ്ഞു പോവുകയും ആയിഷ ബീവിയെ തപ്പാൻ വേണ്ടി മരുഭൂമിയുടെ പല ഭാഗത്ത് പോയ സന്ദർഭത്തിൽ ആയിഷ ബീവി ഈ പല്ലക്കിലുണ്ട്, ആയിഷ ബീവി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസതയിൽ ആയിഷ ബീവിയുടെ വാഹനം വഹിച്ചിരുന്ന ആളുകൾ അങ്ങനെ പോവുകയും എല്ലാവരും പോയി ആയിഷ ബീവി അവരുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസതയിൽ. എന്നാൽ ആ സമയത്ത് ആയിഷ ബീവി മരുഭൂമിയിൽ മാല തപ്പുകയും ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചൊരു ഡ്യൂട്ടി ഉണ്ട്. സഫ്വാനെ, നീ ഞങ്ങളെ കുറച്ച് ബേക്കിൽ വന്നാൽ മതി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങൾ പോകുന്ന വഴിയിൽ നിന്ന് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വരാനുള്ള ഡ്യൂട്ടിയാണ് നിനക്ക്, അതുകൊണ്ട് ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് കാണുന്നത് മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ സഫ്വാനെ കണ്ട ഉടനെ മുഖമക്കര താഴ്ത്തിയിടുകയും മുഖമറച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയും ആയിഷ റളിയല്ലാഹു അൻഹയെ വാഹനത്തിൽ കയറ്റി എന്നുള്ളതാണ്. അങ്ങനെ അവർ രണ്ടുപേരും മക്കയിലെത്തിയ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ആയിഷ ബീവിയും ഒരുമിച്ച് കണ്ട സന്ദർഭത്തിൽ ഇത് മുതലെടുക്കുവാൻ വേണ്ടി മുനാഫിഖുകൾ ആയിഷ ബീവിയെ കുറിച്ച് വ്യഭിചാരോപണം നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരാളെ കുറിച്ച് ഒരു പുരുഷന് തന്നെ നമ്മളെ കുറിച്ച് ഒരാൾ ആരോപിച്ച എത്ര വിഷമിക്കും, എത്ര ഇല്ലാണ്ടായി പോകും. നമ്മള് ഒരു മനുഷ്യന് നേരിടുന്ന അവന്റെ ശാരീരിക രോഗത്തെക്കാൾ ഭയാനകരമാണ് മാനസിക ദുർബലത എന്നത്. അങ്ങനെ മാനസികമായിക്കൊണ്ട് എല്ലാവരും ആ മക്കയിൽ ഒരാൾ പോലും കേൾക്കാൻ ബാക്കിയില്ല ആയിഷ ബീവി വ്യഭിചരിച്ചു എന്ന ആരോപണം ആരും കേൾക്കാൻ ബാക്കിയില്ല. അങ്ങനത്തെ രീതിയിൽ എല്ലാവരും അത് പ്രചരിപ്പിച്ചു എന്നുള്ള മുനാഫിഖുകൾ ശക്തമായി ആരോപണം ഏറ്റെടുത്തു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. റസൂലിന്റെ ഭാര്യയെ കുറിച്ച് മോശം പ്രചരിപ്പിക്കാൻ കിട്ടിയ അവസരം അവർ അങ്ങേയറ്റം മുതലെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് എല്ലാവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി ഈ പ്രചരണം നടക്കുമ്പോൾ ആയിഷ ബീവി അറിഞ്ഞില്ല എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ആയിഷ ബീവി തന്റെ ഇത് അറിഞ്ഞ സന്ദർഭത്തിൽ ആരോ അത് ചോദിച്ച സന്ദർഭത്തിൽ ഇത് അറിഞ്ഞ സമയത്തിൽ കരഞ്ഞുപോയി, വല്ലാണ്ട് കരഞ്ഞുപോയി. എന്നിട്ട് റസൂലുള്ളാഹിയോട് അന്ന് സമ്മതം ചോദിക്കണം, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹിന്റെ സമ്മതത്തോടു കൂടി ആയിഷ ബീവി ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോവുകയും ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞിങ്ങനെ തീർത്തു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, റസൂലുള്ളാഹിക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചത്. റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനോട് പലരോടും ഒന്ന് അഭിപ്രായം ചോദിച്ചു, എന്താണ് ആയിഷയെ കുറിച്ചുള്ള അഭിപ്രായം. റസൂൽ ആയിഷ അങ്ങനെ ചെയ്യൂലോ, റസൂലുള്ളാഹിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഒന്ന് ചോദിച്ചു, ആയിഷ നിനക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് പാപമോചനം തേടാൻ അവസരം കിട്ടുമോ എന്ന് പറഞ്ഞ സമയത്ത് പൊട്ടിപ്പോയി എന്നുള്ളതാണ് ആയിഷ ബീവി. കാരണം അങ്ങേയറ്റം കരഞ്ഞു പോയിട്ട് ആ കഥ നമ്മൾ വിശാലമായി ഇങ്ങനെ കേൾക്കുമ്പോൾ പണ്ഡിതന്മാരിൽ നിന്ന് ആ കഥ തുടക്കം മുതൽ അവസാനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് പോലും ഒരു തുള്ളി കണ്ണീര് വന്നു പോകുന്നുള്ളത്. അങ്ങനെ ആയിഷ ബീവിക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആയിഷ ബീവിയുടെ നിരപരാധിത്വം തെളിയിച്ചു. ആ സമയത്ത് ആയിഷ ബീവി കരഞ്ഞിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു. ആ സമയത്ത് ആയിഷ ബീവിന്റെ കുടുംബക്കാരെ തൊട്ടുപ്രതിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയുണ്ട്? അപ്പൊ ആയിഷ ബീവിനോട് പറഞ്ഞു, ആയിഷ റസൂലുള്ളാഹിക്ക് നന്ദി പറയുന്നത്. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, റസൂലുള്ളാഹിക്ക് എന്താ നന്ദി? ഖുർആനിലൂടെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കലാമാണ്, എല്ലാവരും വായിക്കുന്ന, ലോകാവസാനം വരെ എല്ലാവരും വായിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലൂടെ
ഖുർആനിലൂടെ ആയത്തിറക്കിക്കൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിച്ച പടച്ചവനുണ്ട്, ആ റബ്ബിനാണ് എന്റെ നന്ദി, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു സന്ദർഭം. നമ്മൾ പറഞ്ഞു വരുന്നത് ആയിഷാ ബീവി നേരിട്ടൊരു ഏകദേശം 1 മാസത്തിനടുക്ക് ആയിഷാ ബീവി സഹിച്ചൊരു പരീക്ഷണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവുന്നതിൽ വെച്ച് ഏറ്റവും അതിന്റെ എക്സ്ട്രീം ലെവൽ ആയിഷാ ബീവി അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥ പറഞ്ഞതുപോലെ ആയിഷാ ബീവിയുടെ കഥയും നമ്മുടെ മനസ്സിൽ വെക്കണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഫ്കിനെ കുറിച്ച്, ആയിഷാ ബീവിയുടെ വ്യഭിചാര ആരോപണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തന്നത്, എന്തിനാണ് ആ സൂചന നൽകിയത് എന്ന് നമ്മൾ പോയി ചിന്തിച്ചിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു രാജാവിന്റെ ഭാര്യ വ്യഭിചരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവിടുന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടുന്ന കഥ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആലോചിക്കും, എന്തിനായിരിക്കും ഈ കഥ? ശരിക്കും നമുക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പറയും, നമ്മുടെ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യാമെന്നും ആ സമയത്ത് നമ്മൾ പുറത്തു പറയും. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായ ദുരനുഭവം എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് വിളിച്ചു പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷാ ബീവി. ആയിഷാ ബീവിനെ പറ്റി റസൂലുള്ളാഹി ഒരിക്കൽ ആയിഷാ ബീവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി വല്ലാതെ പ്രണയാദ്രമായിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആയിഷ, നീ സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ആലോചിക്കുമ്പോൾ മരണം പോലും എനിക്ക് നിസാരമാവുന്നു ആയിഷ എന്ന് റസൂലുള്ളാഹി വല്ലാതെ സ്നേഹത്തോടെ ആയിഷാ ബീവിയോട് പറയുന്നു. ആയിഷ, നീ സ്വർഗത്തിലും എന്റെ കൂടെ ഉണ്ടാവുന്ന ആലോചിക്കുമ്പോൾ മരണം പോലും എനിക്ക് നിസാര ആയിഷ. അങ്ങനെ റസൂലുള്ളാഹിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷാ ബീവിയെ കുറിച്ചുള്ള ഈ ഒരു സംഭവം അല്ലാഹു മറച്ചു വെക്കുമായിരുന്നു. അന്നത്തെ എന്തൊക്കെ സംഭവം നമുക്ക് അറിയാണ്ടുണ്ട്. അതേപോലെ അല്ലാഹുവിന് കുഴിച്ചു മൂടാനാവുന്ന ഒരു കഥ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ആലോചിക്കുക തന്നെയാണ്. ഇമാം ബുഖാരിയുടെ കഥ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാക്കി വെച്ചു? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ധീരനായ രാജാവാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമ്മൾ പറഞ്ഞു. ശൈത്താന് പോലും ഭയപ്പാടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനോട്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കഥ, അദ്ദേഹം കൊല്ലപ്പെട്ട കഥ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് മുസ്ലിമീങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന പുറപ്പെടുകയും ഖവാരിജികളായ ആളുകൾ മുസ്ലിമീങ്ങളായ രാജാക്കന്മാർക്കെതിരെ തിരിയുന്ന സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്തത സഹചാരികളായ സ്വഹാബികൾ അക്കാലത്ത് സജീവമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖവാരിജികൾ ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണം വിടണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കഴിഞ്ഞാലേ, കൊന്നു കഴിഞ്ഞാലേ ഒരു യഥാർത്ഥ മുസ്ലിം ആവാൻ കഴിയുള്ളൂ എന്ന് വരെ പലരും പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഖവാരിജികളായ ആളുകൾ വീട് വളഞ്ഞു എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ഖവാരിജികളായ ആളുകൾ വീട് വളഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി. ആ സമയത്ത് സ്വഹാബികൾ ചോദിച്ചു, ഉസ്മാനെ ഞങ്ങൾ ഇടപെടട്ടെ എന്ന് ചോദിച്ചു. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ഇത് നിങ്ങൾ കൂടി ഇടപെട്ടാൽ കൂടുതൽ ഫിത്നയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജികളായ വ്യക്തികൾ കൊല്ലുന്ന സന്ദർഭം സുബ്ഹാനല്ലാഹ് കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു നടുക്കുണ്ടാവും. ഭാര്യയായ നെയ്ലയും വീട്ടിലുണ്ട്. 1 മാസക്കാലം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചുറ്റും നിന്നുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു ഉപരോധം തീർത്തവർ. എന്നിട്ട് പെട്ടെന്നൊരു സമയത്ത് വീട്ടിലേക്ക് കയറുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ അവർ കയറുന്ന സന്ദർഭത്തില് ഭാര്യ നെയ്ല തടയാൻ വേണ്ടി ഓടി വന്ന സന്ദർഭത്തിൽ നെയ്ലയുടെ കൈ പോലും അവർ വെട്ടി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭാര്യയുടെ കൈ പോലും അവർ വെട്ടി. എന്തിന്? തടയാമെന്നതിന്റെ പേര്. കൊല്ലുന്നതാരാ? നാമമാത്രമായ മുസ്ലിമീങ്ങൾ. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വലത് കൈയും ഇടത് കൈയും വെട്ടിക്കൊണ്ട് അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ തല പോലും വെട്ടിയിട്ടാണ് ആ ഖവാരിജികൾ പിന്നെ സദസ്സിൽ നിന്നത്. ആ സമയത്ത് ഭാര്യയായ നെയ്ലയെ കൂടി അവർ കൊല്ലുന്നുണ്ട്. എങ്ങനെ ഈ പരീക്ഷണം? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഇവരൊക്കെ മരിക്കുന്നതിന് മുമ്പേ റസൂലുള്ളാഹി പ്രവചിച്ചിട്ടുണ്ട്,
ഇങ്ങനൊക്കെ ഫിത്ന സംഭവിക്കുമെന്നുള്ളത്. എന്തായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനൊക്കെ ഫിത്ന വരുമെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഇത്രയും പവിത്രന്മാരായ ആൾക്കാര്, ഏറ്റവും നല്ല ഈമാനിന്റെ ഉടമകളായ ആൾക്കാര് ഇത്രയും എടുങ്ങാറായിക്കൊണ്ട് എങ്ങനെ മരിച്ചു? എന്തുകൊണ്ടാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു മരണത്തിന് വിധേയമാക്കി എന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരിച്ച സന്ദർഭത്തിൽ കഴിഞ്ഞ ഖുതുബയിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു ഗ്ലാസ് പാലാരോ കൊണ്ടുകൊടുത്ത സമയത്ത് കുടൽമാലയിലൂടെ പാല് പോലും വയറിന് പുറത്തേക്ക് ഇങ്ങനെ വന്നെന്നുള്ളത്. അങ്ങനെ കുത്തേറ്റ് മരിച്ച ഉമർ റളിയല്ലാഹു അൻഹു. എന്താണ് ഇത്രയും ധീരന്മാരായ ഈമാനിന്റെ ഉടമകളായ ആൾക്കാർക്ക് ഇങ്ങനെ ഇത്രയും പരീക്ഷണം എന്തുകൊണ്ട് നേരിട്ടു? മഹാനായ അലി റളിയല്ലാഹു അൻഹുവും സ്വഹാബി വര്യനായ മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ എന്തുകൊണ്ട് യുദ്ധമുണ്ടായി? അങ്ങനെ തുടങ്ങി ഒരുപാട് പരീക്ഷണത്തിന്റെ കഥകൾ ഇസ്ലാമിക ലോകത്ത് പറയാനുണ്ട് എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളാണല്ലോ പഠിച്ചവർക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഇബ്തിലാകളെ, പരീക്ഷണത്തിന്റെ കഥ എന്തിനല്ല പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഉത്തരവ് നമുക്ക് തരുന്നുണ്ട്. ഈമാനുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരാൾക്കൊരു ശർറ് ബാധിച്ചു കഴിഞ്ഞാൽ, ഒരു ദുരിതം ബാധിച്ചു കഴിഞ്ഞാൽ, ആ ദുരിതം ബാധിച്ചതിനെ തൃപ്തിപ്പെടുക എന്നൊരു ഘട്ടമുണ്ട്. ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടമാണ്. ഒരു പരീക്ഷണം ബാധിച്ച ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റും. നമ്മുടെ ഉപ്പ മരിച്ചു, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. പക്ഷെ തൃപ്തിപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നാർക്കും പറയാൻ പറ്റില്ല. അത് ഏറ്റവും ഉന്നതമായ ഈമാനിന്റെ ദർജയാണ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അവരൊക്കെ വല്ലാതെ ഈമാനുള്ള ആൾക്കാരൊക്കെ അല്ലാഹ് പഠിച്ചവനക്ക് ഇന്ന ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ പഠിച്ചവനെ ഇങ്ങനെ പരീക്ഷണം തന്നെന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പരീക്ഷണങ്ങളെ ഈമാനിന്റെ അടയാളമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇനി ചിന്തിക്കേണ്ടത് നമ്മളെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാലം ജീവിച്ചു നമ്മൾ, ഒരുപാട് കാലം ജീവിച്ചു. അല്ലാഹു തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ്. എന്ത് പരീക്ഷണമാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ആലോചിച്ചു. ഇവർക്കൊക്കെ കിട്ടിയത് ഇവിടെ ഇവരുടെ ഈമാനിൽ നേരെയുള്ള പരീക്ഷണങ്ങൾ. ഈമാനുള്ളവർക്കേ പരീക്ഷണം ലഭിക്കുള്ളൂ. ഈമാൻ ഉണ്ടാവണം പരീക്ഷണം ലഭിക്കണമെങ്കിൽ. ഈമാൻ ഇല്ലാത്തവർക്ക് എന്ത് പരീക്ഷണം? ശൈത്താൻ പോലും വെറുതെ വിടൂലേ? ശൈത്താൻ ആരെ ആവശ്യം? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 1000 ആബിദീങ്ങൾ മരിക്കുന്നതിനേക്കാളും ശൈത്താന് സന്തോഷം ഒരു പണ്ഡിതൻ മരിക്കുന്നത്. 1000 അള്ളാഹുവിനെ ഫുൾ ടൈം ആരാധിച്ച് ദിക്ർ ചൊല്ലി എല്ലാ സുന്നത്തും എടുത്ത് എല്ലാ സുന്നത്തുസ്കാരവും നിസ്കരിച്ച് അങ്ങനെ ജീവിക്കുന്ന 1000 ആൾക്കാർ മരിക്കുന്നതിനേക്കാളും ശൈത്താന് സന്തോഷം ഒറ്റ പണ്ഡിതൻ മരിക്കുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാൻ കാരണം അവരുണ്ടാക്കുന്ന ഒരു നഷ്ടമുണ്ടല്ലോ, അത് മറ്റാരെ കൊണ്ട് നികത്താൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഈമാനുള്ളവർക്കാണ് പരീക്ഷ ഉണ്ടാവുക. ഈമാൻ ഇല്ലാത്തവരെ വൈകിട്ട് ശൈത്താൻ പോലും പോലല്ല. ശൈത്താൻ ആരാവശ്യം? മഹാന്മാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മരണസമയത്ത് ശൈത്താൻ വല്ലാതെ അവനെ എടുങ്ങാറാക്കുന്നു. എന്ത്? അവസാന ചാൻസിന് വേണ്ടിയിട്ട്. അതെല്ലാവർക്കും കിട്ടൂല ആ ഒരു ഭാഗ്യം. പിശാച് വന്ന് എടുങ്ങാറാക്കുന്നു. ഈമാനുള്ള എല്ലാ ആൾക്കാരും വന്ന് എടുങ്ങാറാക്കുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കഥയിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യാണ്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ കൈയോട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. അദ്ദേഹം പിശാചിനെ നേരിട്ട് കാണുകയാണ്. പിശാച് അദ്ദേഹത്തെ വഞ്ചിക്കുന്ന സമയത്ത് നീ നല്ല രീതിയിലാണ് അഹ്മദ് ബിൻ ഹംബലെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ വഞ്ചിക്കുന്ന ഒരു കഥ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞു തരാണ്, പിശാച് എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചു. ആ ഒരു പരീക്ഷണം കിട്ടുകാർക്കാ? ഈ ഖൽബിൽ ഈമാനുള്ള ആൾക്കാർക്കാണ്. ഖൽബിൽ ഈമാനുള്ള ആൾക്കാർക്കാണ്. നമുക്ക് എന്ത് പരീക്ഷണം കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങൾ, നമുക്ക് കിട്ടുന്ന പരീക്ഷണങ്ങളൊക്കെ ഈമാനിന്റെ അടയാളമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു, പരീക്ഷണങ്ങൾ 2 തരത്തിലുണ്ടല്ലോ, ശിക്ഷയായിക്കൊണ്ട് പരീക്ഷണം തരും, അതേ സമയത്ത് ഈമാനിന്റെ അടയാളമായിക്കൊണ്ട് പരീക്ഷണം തരും, അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾക്ക് മഹാന്മാരായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ, ആദം നബി അലൈഹിസ്സലാമിനെ പോലെ, മഹാനായ രോഗം ബാധിച്ച
അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പോലെ അങ്ങനെ പ്രവാചകന്മാരെ പോലെ രോഗം ബാധിക്കുകയും, അഥവാ പ്രവാചകന്മാർക്ക് നേരിട്ട പരീക്ഷണങ്ങൾ എന്തൊക്കെ കുറെ ആട്ടുതുപ്പും കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ആക്ഷേപങ്ങൾ കൊണ്ട് അറിയപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങളെ ഏറ്റുവാങ്ങിയ പ്രവാചകന്മാരുണ്ട്, കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ട്. സ്വന്തം ഉപ്പയിൽ നിന്നും അകറ്റപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ പോലുള്ള പ്രവാചകന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രവാചകന്മാർ. അങ്ങനെ ഈ പ്രവാചകന്മാരൊക്കെ പോലെ നമുക്കും ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ പരീക്ഷണം തരും. എങ്ങനെ അൽബാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയ അല്ലാഹു പറയുന്നുണ്ട്. അഥവാ ധനം, മക്കൾ, ഇതൊക്കെ ദുനിയാവിലെ അലങ്കാരമാണ് എന്ന് പറഞ്ഞ പടച്ചവൻ തന്നെ ധനം, സമ്പത്ത്, മക്കൾ ഇതൊക്കെ പരീക്ഷണാണെന്ന് കൂടി അള്ളാഹു പറയുന്നുണ്ട്. നമുക്കൊരു സാമ്പത്തിക നഷ്ടം വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൊണ്ട് നമുക്ക് പരീക്ഷണമാണ്, അല്ലെങ്കിൽ നമ്മുടെ രോഗം കൊണ്ട് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതൊരു ഹൈറിന്റെ സൂചനയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു രണ്ടാമത്തെ ഉത്തരമുണ്ട്. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. രണ്ടാമത്തെ ഉത്തരം, ചില ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവുന്നത്, എങ്ങനെ അവർക്ക് സൽക്കർമ്മം ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവില്ല. ഇങ്ങനെ ശേഷം കുറച്ച് ഉദാഹരണം പറയുന്നുണ്ട്. നിസ്കരിക്കാൻ കഴിയുന്നില്ല, അഥവാ ഇപ്പൊ ചില ആൾക്കാർക്ക് സുബഹിക്ക് എണീക്കാൻ കഴിയുന്നില്ല നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ 5 നേരം പള്ളി തൊട്ടപ്പുറത്തുണ്ടായിട്ട് പോലും നിസ്കരിക്കാൻ ഒരു തടസ്സം ഇല്ലാഞ്ഞിട്ട് പോലും, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ തടസ്സം ഇല്ലാഞ്ഞിട്ട് പോലും പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. മുസ്ലിമാണ്, ഹദീസ് കേട്ടിട്ടുണ്ട്, ഖുർആൻ കേട്ടിട്ടുണ്ട്, എന്നിട്ടും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവനുള്ള ഒരിക്കലും നിഅമത്തല്ല, അഥവാ അവന്റെ ഈമാനിന്റെ അടയാളമായിക്കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമല്ല, മറിച്ച് നിഖ്മത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള ശാപത്തിന്റെ, കോപത്തിന്റെ, അവൻ തെറ്റുകാരനാണ്, അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് അനുവദിച്ചതാണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ പരീക്ഷണം ചില ആൾക്കാർ കിട്ടുന്ന, പള്ളിയിൽ പോകാൻ പറ്റാത്തത്. അതേപോലെ തന്നെ അറിവിന്റെ സദസ്സിൽ പോയിരിക്കാൻ കഴിയില്ല, അഥവാ അങ്ങനെ ചില ആൾക്കാർക്ക് അള്ളാന്റെ ഖുർആനും ഹദീസും പറയുന്ന സദസ്സിൽ പോയിരിക്കാൻ കഴിയില്ല. എന്താ കാരണം? ഓനാ സദസ്സിൽ പറ്റില്ലെന്ന് അള്ളാഹ് തീരുമാനിച്ചു. അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു, ചില ആൾക്കാരൊക്കെ ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇതിന്റെ തിരക്കുള്ളത് കൊണ്ടല്ലേ എന്ന്. എല്ലാം അതിന്റെ ഉത്തരം. എത്ര തിരക്കുള്ള മനുഷ്യന്മാര് എല്ലാ അറിവിന്റെ സദസ്സിലും വന്നിരിക്കാറുണ്ട്. ഒരു ഇൽമ്, പഠിച്ച ഇൽമ് അമലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പരീക്ഷണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊരിക്കലും ഈമാനിന്റെ അടയാളമായി കൊണ്ട് കിട്ടുന്ന പരീക്ഷണമല്ല. നമ്മളൊക്കെ എത്ര നമ്മളെന്നെ വെറുതെ ആലോചിച്ചു, ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ചു, എത്ര ആയത്ത് നമ്മൾ കേട്ടു, എത്ര ഹദീസ് കേട്ടു. നമ്മളെപ്പോലെ ഇത്രയും വ്യവസ്ഥാപിതമായിക്കൊണ്ട് ദീൻ പഠിക്കാൻ സംവിധാനം കിട്ടിയ വേറൊരു കൗമ ലോകത്തില്ല. ചെറുപ്പം മുതലേ ദീന് മദ്രസയിൽ പഠിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. പിന്നെ ഇവിടെ ഈ സെന്ററുകളിൽ നിന്നും അങ്ങനെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഖുർആനും ഹദീസും നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഒരു ലളിതമായ ഒരു ഉദാഹരണം കൂടി, നമ്മളൊക്കെ ബാധിച്ച ഒരു ഉദാഹരണം കൂടി പറയട്ടെ. ഖുർആൻ എത്ര കാലമായി നമ്മൾ ഓതുന്നു, എപ്പോഴെങ്കിലും ഈ ഒരു ഖുർആൻ പഠിച്ചോനെ ഒന്ന് വല്ലാതെ കാര്യത്തിൽ അറിയണല്ലോ പഠിച്ചോനെ എന്ന് ചിന്തിക്കാൻ നമുക്ക് എത്ര പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്? ആ ഭാഗ്യം നമുക്ക്, ആ ഒരു ചിന്ത പോലും നമുക്ക് ചിന്തിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഏത് പരീക്ഷണത്തിന്റെ പെട്ട ആൾക്കാരാന്ന് കൂടി നമ്മൾ ചിന്തിച്ചാൽ മതി. ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹ് 2-3 വട്ടം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നത് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ ആലോചിക്കുക, എന്താ നമ്മുടെ കൈവരുള്ളത്? ഖുർആനാണ്. നമുക്കിന്ന് അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണുള്ളത്? ശരിക്കും അള്ളാഹിന്റെ സംസാരമല്ലേ. ആ സംസാരം കാലങ്ങളായി നമ്മൾ കേട്ടിട്ടും നമുക്ക് എത്ര പേർക്ക് ഒന്ന് ആഗ്രഹിച്ചിട്ട് പഠിച്ചോനെ ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. ഏതെങ്കിലും പള്ളിയിൽ നമ്മുടെ ഇമാമായി ഇങ്ങനെ മമ്മുമായി നിൽക്കുമ്പോ അടുത്ത ഇമാമിങ്ങള് കരയുന്ന കേട്ടിട്ട് പഠിച്ചോനെ എനിക്ക് എന്താ കരച്ചിൽ വരാത്തത് എന്ന് നമ്മൾ എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്. മഹാനായ ഷെയ്ഖ് അനസ് ഹഫിളഹുല്ലാ, നമ്മുടെ അനസ് പള്ളിയിലെ ഖത്തീബ്, അദ്ദേഹം കഴിഞ്ഞ ഖുത്ബയിൽ ഒരു വിതുമ്പിയ ഒരു സന്ദർഭമുണ്ട്. അദാബുൽ ഖബർ പറയുന്നു. ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാരെ ഖബർ വിശാലാക്കി കൊടുക്കുന്നു, ചില ആൾക്കാരെ ഖബറുകൾ എല്ല് നുറുക്കുന്നത് പോലെ എല്ല് നുറുങ്ങുമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾക്കാരെ ഇടുക്കി കളയുന്നു. ഈ ഹദീസ് പറയുമ്പോ നമ്മളൊക്കെ ഒരുപാട് കേട്ട ഹദീസാണ്. എന്നാൽ ആ സദസ്സിൽ നിന്ന് ആ ഖതീബായ ആ ശൈഖിന് മാത്രം എന്തുകൊണ്ട് വിതുമ്പിപ്പോയി? കേട്ട് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്, അവർക്കൊന്നും എന്തുകൊണ്ട് വിതുമ്പൽ വന്നില്ല? നമ്മളും കേൾക്കുന്നില്ല ഒരുപാട് ആയത്തും ഹദീസും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം. റസൂലുള്ളാഹി പോലും കരഞ്ഞില്ല. റസൂലുള്ളാഹി കരഞ്ഞ ആയത്ത് ഏതാണ്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്, എല്ലാവരും സാക്ഷിയാണ്, എല്ലാ സാക്ഷിയോടും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവരോടൊക്കെ നിങ്ങളോടൊക്കെ നിങ്ങളുടെ
ഉത്തരവാദിത്തത്തെ പറ്റി ചോദിക്കുന്നു പറഞ്ഞപ്പോ റസൂലുള്ള കരഞ്ഞു വീണ. റസൂലുള്ളാഹിക്ക് ഒരു ശീലമുണ്ട്, ഏതൊക്കെ നല്ല രസം ഓത്ത് കേൾക്കാൻ നല്ല രസമുള്ള പാരായണം ചെയ്യുന്ന സ്വഹാബികളെ അടുത്ത് വിളിച്ചിരിക്കുന്നു ഓതിത്തരുമെന്ന് പറയും. അങ്ങനെ ഒരു സ്വഹാബിനെ വിളിച്ച സന്ദർഭത്തിൽ ആ സ്വഹാബി റസൂൽ ഇങ്ങക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെങ്ങനെ ഓതിത്തരാ ചോദിച്ചു. റസൂൽ പറഞ്ഞു ഓതിക്കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഓതുകയും ആ സമയത്ത് റസൂലുള്ള പടച്ചോൻ നാളെ പരലോകത്ത് ചോദിക്കൊല്ല പടച്ചോനെ എന്ന ആയത്തെത്തിയപ്പോൾ ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിതുമ്പിയിട്ടുണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തൗഫീഖൊന്നും ശരിക്കും നമ്മക്കില്ല. ആലോചിച്ച് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു റസൂലുള്ള പറഞ്ഞൊരു ഹദീസില്ലേ റമദാനിലെ ഇസ്തിഗ്ഫാറിനെ കുറിച്ച്, അഥവാ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം നമുക്ക് അറിയാതെ ശരിക്കും. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം എന്താ വെച്ചാൽ അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, നമ്മൾ പോലും ഇപ്പൊ പല ഇവിടെ 5 നേരവും പിന്നെ നമ്മുടെ ഖുതുബയിലൊക്കെ മയക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. ആ സമയത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മയക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. എന്തിനാ മയ നേരിട്ട് ചോദിച്ചാൽ പോലെ, മയക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മയല്ലേ ചോദിക്കണ്ടേ, പിന്നെന്തിനാ അള്ളാഹു എനിക്ക് പുറത്തുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഉത്തരമുണ്ട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച അള്ളാഹു മയ തരുന്നു. നമ്മൾ എങ്ങനെ ആലോചിച്ചാലും ഡയറക്റ്റ് അതിനൊരു കണക്ഷൻ ഇല്ല. നമ്മൾ എത്ര ആലോചിച്ചാലും ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. കഴിഞ്ഞ മുമ്പത്തെ ഖുതുബയിൽ ഷെയ്ഖ് അനസ് പറയുന്നുണ്ട് 5 കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ അറിയോ, അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, റസൂലുള്ള അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഇങ്ങനെ വിശദീകരിക്കാം, ഇന്നെന്ന പ്രശ്നങ്ങളൊക്കെ അന്ത്യനാളിന്റെ ഭാഗമായിട്ടുണ്ടാവും. റസൂലുള്ള ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നിട്ട് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിം ഉമ്മത്തിന് സഹായം ലഭിക്കൂല പക്ഷമെടുത്ത്, അവർക്ക് സഹായം ലഭിക്കൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു സ്വഹാബി റസൂലിനോട് ചോദിച്ചു, റസൂലെ ഓൾക്ക് ഇങ്ങനെ സഹായം ലഭിക്കാണ്ടിരിക്കുക, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാത്തൊരു സമൂഹം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു, അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലെ, അവർ മുസ്ലിമീങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ, മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും അംറും ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുക, വനഹ്യുൻ അനിൽ മുൻകർ തിന്മ വിരോധിക്കുക എന്ന സ്വഭാവം എപ്പോഴാണോ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നത് അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവരിൽ ഇറങ്ങൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാൻ പറഞ്ഞ ഒരു തൗഫീഖാണ്. അല്ലാഹു നമ്മുടെ സുബഹിക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ആ പ്രാർത്ഥന റസൂൽ എന്നും ചൊല്ലുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വരുന്ന ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്, ആ ഇൽമ അമലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു അറിവ് ഉപകാരപ്രദമാകുന്നത്. അല്ലാണ്ട് കുറെ ഇൽമ കിട്ടുക എന്നുള്ളതല്ല. ഒരു ഇൽമ കേട്ടിട്ട് അത് ഉപകാരപ്പെടുക, ജീവിതത്തിൽ പകർത്താൻ പറ്റുക എന്നുള്ളതാണ് അതിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഏത് പരീക്ഷണത്തിന്റെ കീഴിലാണ് പടച്ചവനെ വന്നിട്ടുള്ളതെന്ന് ആലോചിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ പേരിൽ ഒരുപാട് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾക്ക് ആലോചിച്ചു നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില ഹദീസുകൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാലം വരാനുണ്ട് മുസ്ലിം ഉമ്മത്തിന് തകൂനു ഫിതനുൻ ലാ യസ്തതിഉ അൻ യുഗയ്യിറ ഫീഹാ ബിയദിൻ വലാ ബിലിസാനി. ഒരു കാലഘട്ടം വരും മുസ്ലിം ഉമ്മത്തിന്, ആ കാലഘട്ടം കല്ലൈൽ രാത്രി പോലെയാണ്. നാവ് കൊണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ അടയാളമായി പറഞ്ഞിട്ടില്ലേ, ഒരു തെറ്റ് കണ്ട ഏറ്റവും ഒന്നാമത് നമ്മൾ കൈകൊണ്ട് തടയുക, രണ്ടാമതായിക്കൊണ്ട് നാവ് കൊണ്ട് തടയുക, മൂന്നാമതായിക്കൊണ്ട് നാവ് കൊണ്ടും കൈ കൊണ്ടും മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക എന്ന് പറഞ്ഞില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ വാചകം പറഞ്ഞ റസൂൽ തന്നെ പറയാ, ഒരു കാലഘട്ടം വരും, ആ സമയത്ത് ഫിത്നയുടെ ആധിക്യം മൂലം നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഈ തിന്മ തടയാൻ പറ്റാത്ത അത്രയും കാഠിന്യമേറിയ ഒരു സമയം വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കലും ഒരു സംഭവം പറയുന്നു, അന്നഹു സുഇല അയ്യുൽ ഫിത്നി അശദ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായി അറിയപ്പെട്ട സ്വഹാബിയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കലും ചോദിച്ചു, അയ്യുൽ ഫിത്നി അശദ്, ഏറ്റവും കാഠിന്യമേറിയ ഫിത്ന ഏതാണെന്ന് ചോദിച്ചു. ആ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്ന വല്ലാത്തൊരു മറുപടി ഉണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാം, അൻതകൂന ഫീ അർളിൻ നിന്റെ മുന്നിൽ ഖൈറും ശർറും ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വല്ലാത്തൊരു വാചകം ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു,
നമ്മൾക്ക് മുന്നിൽ ഖൈറും ഷർറും പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ടോ ഫലാ തദ്രി അയ്യുഹുമാ തർക്കബ്, ഏതിലേക്കാണ് ഞാൻ പ്രവേശിക്കേണ്ടത് നമുക്ക് അറിയില്ല, കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ ഈ പേരില ഞാൻ എന്താ സ്വീകരിക്കുക, അങ്ങനത്തെ അവസ്ഥ വരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലതദ്ശിയന്ന ഉമ്മതി ബഅദി ഫിതനുൻ യമൂതു ഫീഹാ ഖൽബ്, എന്റെ ഉമ്മത്തിനെ ഫിത്ന മൂടുക തന്നെ ചെയ്യും. യമൂതു ഫീഹാ ഖൽബ്, ആ സമയത്ത് ആ ഫിത്നയുടെ ആധിക്യം മൂലം മനുഷ്യ ഹൃദയങ്ങൾ മരിച്ചു പോവും. അർറജുലു കമാ യമൂതു ബദലു, അവന്റെ ശരീരം മരിച്ചതുപോലായി മാറുന്നു, ഹൃദയം മരവിച്ചു പോകുന്നത്. ഇങ്ങനൊക്കെ ഫിത്ന ആർക്കാ സംഭവിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില കാലഘട്ടം വരാനുണ്ട്, ആ സമയത്ത് ഓടുന്നവനേക്കാൾ ഖൈറായിട്ടുള്ളവൻ നടക്കുന്നവനാണ്. റസൂൽ പറഞ്ഞ ഹദീസാ, ആ നടക്കുന്നവനേക്കാൾ ഖൈറായിട്ടുള്ളവൻ നിൽക്കുന്നവനേക്കാളും ഖൈറായിട്ടുള്ളവൻ ഇരിക്കുന്നവനേക്കാൾ ഉത്തമൻ കിടക്കുന്നവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് അറിയോ? വല്ലാതെ ഫിത്ന ബാധിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അന്ന് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും ഖൈറെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഫിത്ന ഈ ലോകത്ത് വരുന്നു. ഒരുപാട് ഫിത്ന റസൂലുള്ള പറഞ്ഞ പല ഫിത്നകളും സംഭവിച്ചു കഴിഞ്ഞുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പല ഫിത്നകളും നമ്മളന്ന് ആലോചിക്കേണ്ട പോയിട്ട് അറിയാം. റസൂൽ ഇങ്ങനെയൊക്കെ ഹദീസ് പറഞ്ഞു. എത്ര ഫിത്ന നമ്മളെ ബാധിച്ചിട്ടുണ്ട്, എത്ര ഫിത്നയായി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, എത്ര പരീക്ഷണായി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പലതും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ തിരിച്ചറിയാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. നമ്മളെ ബാധിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് ഫിത്നയായും പരീക്ഷണായും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ നമ്മുടെ കൽബിൽ ഈമാൻ ഇല്ലാന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൽബിൽ ഈമാൻ ഇല്ലാത്തവനെ, പടച്ചോനക്ക് ഒരു വില കൊടുക്കാത്തവനെ പിന്നെ ശൈത്താൻ പിന്നെ പേപ്പിക്കേണ്ടത്. ഓൻ അങ്ങനെ തന്നെ പോയിക്കോളും, ശൈത്താൻ ഉറപ്പാണ്. കൽബിൽ ഈമാനുള്ളവനെ ശൈത്താൻ എടുക്കാറാക്കുള്ളൂ. ഈമാൻ ഇല്ലാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശൈത്താൻ വെല്ലുവിളിച്ച ഒരു സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ശൈത്താൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സന്ദർഭത്തിൽ ശൈത്താൻ അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിലുള്ള ആൾക്കാരൊക്കെ ഞാൻ പേപ്പിക്കാൻ നിൽക്കുന്നതാണ്, തെറ്റിപ്പിക്കാൻ നിൽക്കുന്നു പറഞ്ഞ സമയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേണ്ടി നീ ചെയ്തു. എന്നാൽ ഇബാദി അസ്വാലിഹൂൻ, എന്റെ നല്ലവരായ അടിമയെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഥവാ അങ്ങനത്തെ ആൾക്കാർക്ക് പരീക്ഷ ഉണ്ടാവും, പക്ഷെ ശൈത്താൻ അവരെ സ്പർശിക്കാൻ പോലും കഴിയില്ല. ആ ശൈത്താന് അങ്ങനെയൊക്കെ ഫിക്ഷൻ ഉണ്ടാക്കാൻ തോന്നണമെങ്കിൽ നമ്മുടെ കൽബിൽ കുറച്ച് ഈമാൻ വേണം. എന്തിന്? ശൈത്താന് പരീക്ഷിക്കാൻ നിന്നോടുക്കാനല്ല. നമുക്കൊരു പരീക്ഷണം തോന്നിച്ചെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കുറെ ജീവിച്ചു എന്നല്ലാതെ എന്റെ പേഴ്സണൽ ഇഷ്യൂല് എനിക്ക് എന്തൊക്കെ ഒരു പ്രശ്നം, ഇങ്ങനെ എന്റെ കച്ചവടത്തിൽ എന്തൊക്കെ പ്രശ്നം സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു എന്നല്ലാണ്ട് പടച്ചോന മാർഗത്തിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു എതിർപ്പും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ സന്തോഷിക്കരുത്. ഞാൻ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ റാഹത്താ, ഞാൻ നല്ലവരാ എന്ന് വിചാരിക്കല്ല വേണ്ടി. പടച്ചോന ഇത്ര കാലം ജീവിച്ചിട്ടും ഇസ്ലാമികരമായി കൊണ്ട് എന്റെ അടുത്ത് എനിക്ക് ഒരു പരീക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലാഹുവേ, എന്റെ ഈമാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീർഘമായ ഒരുപാട് ഹദീസ് ഉണ്ട്. അതൊക്കെ നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് സംഭവിക്കുന്നത് 15 കാര്യങ്ങൾ, ഹല്ല ബിഹൽ ബലാഉ, ആ 15 കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യുന്ന ആ സമയത്ത് എന്തൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അന്ത്യനാളിന്റെ അടയാളങ്ങളായിക്കൊണ്ട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിന് റസൂൽ പറഞ്ഞ വല്ലാത്ത വർത്താനുണ്ട്. റസൂൽ പറയണം, ഉമ്മയും ഉപ്പയും ഉപദ്രവിക്കപ്പെടും. ഒരു മകൻ ഒരു ഉമ്മാനും ഉപ്പാനോടൊക്കെ ഒരു അതില്ലാണ്ട് പെരുമാറും, അവരെ ഉപദ്രവിക്കും. അതേ സന്ദർഭത്തിൽ അവന്റെ കൂട്ടുകാരോട് അവൻ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവന്റെ ഉപ്പയോട് അവൻ പരുഷതയിലും മോശമായി പെരുമാറുന്ന സന്ദർഭത്തിലും അവൻ അവന്റെ കൂട്ടുകാരനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് ഉണ്ട്. അതിന്റെ ഹദീസിന്റെ വാക്കുണ്ട്, ഒരു വ്യക്തി ആദരിക്കപ്പെടും അവന്റെ ഷർറ് ഭയപ്പെട്ടിട്ട് ആൾക്കാരെ ആദരിച്ചുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളുടെ ഷർറ് ഭയപ്പെട്ടുകൊണ്ട് ആ ഷർറ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എന്താക്കും, ചില ആൾക്കാർ ആദരിക്കപ്പെടും. അതേപോലെ തന്നെ മുസ്ലിങ്ങളായ ആൾക്കാർ തന്നെ കള്ളു കുടിക്കും.
മദ്യം ഉപയോഗിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ പറ്റൂല എന്ന് പറഞ്ഞു അതൊക്കെ ആൾക്കാർ ചെയ്യും. എന്നിട്ടോ ഇതിന്റെയൊക്കെ ഫലമായി കൊണ്ട് ഭൂമിയിൽ ഖസ്ഫുകളും മസ്ഖുകളും സംഭവിക്കുന്ന ഭൂമി കുലുക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ, അങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ അദാബുകൾ, പരീക്ഷണങ്ങൾ ഇതിന്റെയൊക്കെ ഫലമായിക്കൊണ്ട് ഇതൊക്കെ വ്യാപിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് ഇറക്കുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തൊക്കെ അന്ത്യനാളിന്റെ അടയാളമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഭൂരിഭാഗം അന്ത്യനാളിന്റെ അടയാളം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന് പണ്ഡിതന്മാർ പറയാ ഇനി സംഭവിക്കാനുള്ളത് വലുതന്നെയാണ്. ഇനി സംഭവിക്കാൻ ബാക്കിയുള്ളത് വലിയ അടയാളങ്ങളാണ്. ദജ്ജാലിന്റെ വരവ്, മഹാനായ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരവ്, അങ്ങനെ തുടങ്ങി വലിയ അടയാളങ്ങളാണ് ബാക്കിയുള്ളൂ. ചെറിയതായ ഭൂരിഭാഗം അടയാളങ്ങളും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാര് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ടി എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു കാലഘട്ടം വരും, ആ സമയത്ത് ആൾക്കാർ ദജ്ജാല് വരാൻ ആഗ്രഹിക്കും, ഈ ലോകം ഒന്ന് അവസാനിക്കാൻ ആഗ്രഹിക്കും, മരണത്തെ വരെ ആഗ്രഹിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടിട്ടും ഇങ്ങനത്തെ എന്തിനാ റസൂൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാന്ന്, എന്തിനാ റസൂൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്തിനാ പറഞ്ഞാന്ന് ഒന്നാമത് നമ്മളെ ഹദർ ചെയ്യാൻ, നമ്മളൊന്ന് പേടിച്ചു നിൽക്കാൻ വേണ്ടി, നമ്മൾ അതിൽ പെട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വല്ലാത്ത ഹദീസ് എന്താ അറിയോ? അത് നമ്മളെ പേടിപ്പെടുത്തു. ശരിക്കും റസൂൽ പറഞ്ഞ ഹദീസ്, ഫിത്ന ഇങ്ങനെ കൂടിയിട്ട് ഒരു മനുഷ്യൻ അവന്റെ ലഹരി ഉണ്ടല്ലോ, ലഹരി ബുദ്ധിയെ ബാധിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയില്ലല്ലോ, മത്ത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി മറഞ്ഞു പോലോ. ആ ലഹരി മനുഷ്യന്റെ ബുദ്ധിയെ മറക്കുന്നതിനേക്കാൾ ശക്തമായിക്കൊണ്ട് ഫിത്ന മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നേരത്തെ ഖുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭമില്ലേ, ഏതാണ് നന്മ തിന്മ തിരിയാത്ത അവസ്ഥ, നന്മയോട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ, ദീനിനെ ഒരു ബോധേടാക്കാത്ത അഥവാ ദീനിനെ ഒരു പരിഗണിക്കാത്തൊരവസ്ഥ. ഞാൻ എന്റെ വഴി, ദീന് ദീന്റെ വഴി. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് പോലും പറയുന്നത്, ഉമ്മത്തിന്റെ നാവിൽ നിന്ന് പോലും വരുന്ന വല്ലാത്ത അപകട വർത്താണ്ടല്ലോ, ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടപ്രകാരം ജീവിച്ചൂടെ, ഓരോ ആൾക്കാർക്കും അവരുടെ ഇഷ്ടപ്രകാരം ജീവിച്ചൂടെ. കുറച്ചാൾക്കാർ ഇന്ന ആദർശത്തിലാണ്, ചില ആൾക്കാർ ഇന്ന ആദർശത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ പരീക്ഷണം ബാധിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ? നമ്മൾക്ക് എത്ര പേർക്ക് യഥാർത്ഥ ആദർശം അറിയാം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ പരീക്ഷണം ഇവിടെ സംഭവിച്ചു. ഈ ഉമ്മത്തെ 22, 23 വിഭാഗമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിൽ ഒരു വിഭാഗം സ്വർഗ്ഗത്തിൽ പോവുകയുള്ളൂ എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ പണ്ഡിതന്മാർ പറഞ്ഞെന്തരം, ആ 23 വിഭാഗം ഉണ്ടല്ലോ, അതിൽ ഒരാളെ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞല്ലോ, ഒരു വിഭാഗം മാത്രം. ആ ബാക്കിയുള്ള 72 ഒക്കെ നരകത്തിലെന്ന് പറഞ്ഞല്ലോ. ആ 72 ആൾക്കാരും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട വിഭാഗമാണ്, പുറത്തുള്ള ആൾക്കാരൊന്നല്ല. ഈ 73 മുസ്ലിം ഉമ്മത്താണ്. ഈ 73-ൽ ഒന്ന് മാത്രമേ സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു, ബാക്കി 72 നരകത്തിലാന്ന് പറഞ്ഞു. ആ നരകത്തിൽ പോകുന്ന 72 വിഭാഗക്കാരും മുസ്ലിമുകളാണെന്ന് പറയുമ്പോ അതിന്റെ അപകടം നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം. നമുക്ക് എത്ര പേർക്ക് ആദർശം അറിയാം? നമ്മൾ എത്ര പേര് ഇത്രയും ആയുസ് തീർത്തിട്ട് എത്ര പേര് നമ്മൾ ആദർശം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? നമ്മളൊക്കെ വല്ലാതെ വഞ്ചിതരായി പോകുന്നൊരു ചിന്ത ഉണ്ട് അല്ലെ, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പഠിച്ചോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. ഇതൊക്കെ മതിയല്ലോ ബേസിക് ആയിട്ട്. ഇതാണ് ഏറ്റവും വലിയ പിശാച് തരുന്ന വഞ്ചന. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞില്ല, എന്ത് ചില ആൾക്കാർക്ക് പരീക്ഷ നല്ല കൊടുക്കുക എത്തുമ്പത്തായിട്ടാ കൊടുക്കുക, അഥവാ തൗഫീഖ് ഉണ്ടാവില്ല നല്ല ചെയ്യാനും നല്ല പഠിക്കാനും യഥാർത്ഥ ആദർശത്തിലേക്ക് ആദർശം പുണരാനും ആദർശത്തോട്. അഥവാ നമ്മളിപ്പോ ചിന്തിച്ചൊരു ചിന്ത ഉണ്ടല്ലോ, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പഠിച്ചോണ്ട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ, എന്റെ ജീവിതം ഏകദേശമൊക്കെ സേഫാന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. അത് ഈ ഒരു പരീക്ഷണത്തിന്റെ കീഴിലാ വരും. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗണിച്ചു വിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അല്ലാഹു അവഗണിച്ചു വിട്ട് അല്ലാഹു നരകത്തിനെ വേണ്ടി പരീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമ്മുടെ വേണ്ടി പറഞ്ഞതും ഈ ആയത്തുകൾ നമ്മൾ ഓതിയതൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കണം, സുഹൃത്തുക്കൾ. ഈമാൻ നമുക്കും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരീക്ഷണത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ഒരുപാട് പരീക്ഷണം നേരിട്ട് നമുക്കറിയാം. ഈമാൻ ഉണ്ടെന്നുണ്ടല്ലോ, നമ്മുടെ വിഷയം ഈമാനാണ്. നമ്മൾ ആലോചിച്ചുണ്ട് ശരിക്കും, അഥവാ ബദർ യുദ്ധം, ആ കഥയെ കുറിച്ച് മാത്രം ആലോചിക്കാൻ ഒരു രാത്രി മുഴുവൻ ആലോചിക്കുകയാണ്. ബദർ യുദ്ധവേളയിൽ മുസ്ലിങ്ങൾ 300 ചില്ലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്, 1000 ചില്ലാണ് മുശ്രിക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
ഇങ്ങനെ മുശ്രിക്കീങ്ങളെ മുസ്ലിമീങ്ങൾ അതിജയിച്ചു. എപ്പോഴും യുദ്ധത്തിന്റെ കഥ എപ്പോ കേൾക്കുമ്പോഴും മക്കപ്പത്തായിക്കൂടെ എന്ത് കഥ കേൾക്കുമ്പോഴും മുസ്ലിമീങ്ങൾ തൊഴിൽ തുച്ഛമാണ്, ആൾക്കാർ കുറവാണ്, ആയുധങ്ങൾ കുറവ്, അങ്ങനെയൊക്കെ കേട്ടിട്ട് നമുക്ക് എന്താ നമ്മൾ പഠിച്ചത്? മദ്രസയിൽ നമ്മൾ പഠിക്കുമ്പോൾ എണ്ണം പഠിക്കും, ഇത്ര കുതിരകൾ, ഇത്ര ഒട്ടകങ്ങൾ, ഇത്ര ആയുധങ്ങൾ, നമ്മൾ എണ്ണം പഠിച്ചെന്നല്ലാതെ എത്ര പേര് പഠിച്ചോനെ ഇത്രയും എണ്ണം കുറവായിട്ടും എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ജയിച്ചു നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാന്റെ സഹായം ഉണ്ടാവും, അള്ളാ ജയിപ്പിക്കുന്ന ആൾക്ക് എപ്പോ അള്ളാഹനുസരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി അനുസരിച്ച് റസൂലുള്ളയെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്ത ആൾക്കാർക്ക് അള്ളാഹ് സഹായമാക്കി കൊടുക്കുന്നു. ആ സഹായത്തിൽ വിശ്വസിക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ? അള്ളാഹിന്റെ സഹായം ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാർ? നമ്മൾ അള്ളാഹിന്റെ സഹായം വിശ്വസിക്കുന്ന, അത് ആഗ്രഹിക്കുന്ന, അത് ഇറങ്ങുന്നു വിശ്വസിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കഥയില്ലേ, മൂന്നാൾക്കാര് എന്താ പറയാ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി. ആ സമയത്ത് ആ ഗുഹന്റെ കല്ല് അവരുടെ ദുആ കൊണ്ട്, ആ കഥ നമ്മൾ എന്തിനാ ശരിക്കും പഠിച്ചത്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും നമ്മൾ ആ കഥ പഠിച്ചത്? ഒരു ദുആ, ഒരു കൈയോണ്ടൊരു ഒന്നുപോലും ഇല്ല, അള്ളാഹുവിനോട് പറഞ്ഞ ഒരു ദുആ കാരണത്താൽ ഒരു ഭീമാകാരമായ കല്ല് അള്ളാഹു ഗുഹന്റെ മുന്നിൽ നിന്ന് മാറ്റിയ കഥ നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ പഠിച്ചിട്ടുള്ളത്? ശരി, എന്താണ് ആ കല്ലിനെ അവിടുന്ന് മാറ്റിയത്? അവരുടെ ഈമാനാണ്. ഒരാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു വിചരിക്കാൻ അവസരം കിട്ടിയപ്പോ ഞാൻ തെറ്റി ചിന്തിച്ചു പഠിച്ചോനെ, പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹിനെ പറ്റി ഒരു പേടി വന്നു. അതാ ഈമാനിന്റെ ഒരു കണികളുണ്ടായപ്പോ അള്ളാഹ് കല്ല് മാറ്റി കൊടുത്തു. ഈമാനുള്ളവരെ പഠിച്ചോ സംരക്ഷിക്കും. ഈമാൻ ഉണ്ടോ പഠിച്ചോ കഴിച്ചലാണ്. ഈമാൻ വേണം പഠിച്ചു. നമ്മളൊക്കെ ഈമാന്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും വലിയ പരീക്ഷ എന്താ അറിയോ? പഠിച്ചോ എനിക്കൊക്കെ ഈമാൻ ഉണ്ടോ എന്ന് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അല്ല, ഈമാൻ യസീദ് വയൽക്കും, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഈമാൻ കൂടിയപ്പോഴാ അള്ളാഹ് എങ്ങനെ അനുസരിക്കുന്നു, ഈമാൻ കുറയപ്പോഴാ പഠിച്ചവനക്കെതിരെ എങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ. നമ്മൾ എത്ര പേര് ഒരു രാത്രിയെങ്കിലും ജീവിതത്തിൽ ഇത്രയും കാലത്ത് ആയുസ് പഠിച്ചവൻ എന്റെ ഈമാൻ കുറഞ്ഞ പഠിച്ചവൻ എന്നാൾക്ക് ടെൻഷനായ എത്ര ആൾക്കാരുണ്ട്? എനിക്ക് ഈമാൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ പഠിച്ചവരെ ചെയ്യാ എന്ന് ഒരു ഉസ്താദിനടുത്ത് വന്ന് ചോദിച്ച എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ക്ലാസ് ഇരിക്കാൻ പോയ എത്ര ആൾക്കാരുണ്ട്? ഈ ഒരു സദസ്സിലൊക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു ഉപകാരം എന്താ അറിയോ? നമ്മുടെ ഈമാൻ അങ്ങനത്തെ ഈ ക്ലാസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ഈമാൻ പഠിച്ചു വർദ്ധിപ്പിച്ചിരുന്നു. ഏതുപോലെ റമദാൻ നമുക്കറിയാലോ, റമദാൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നമുക്കൊരു ഈമാൻകാരനാണ്. ഒരു 2 പേജ് ഖുർആൻ അധികം ഓതലുണ്ട്, ഒരു ദിക്ർ നമ്മൾ അധികം ചെല്ലലുണ്ട്. എന്തുകൊണ്ട്? ആ ഒരു ഈമാനെ കെട്ടിത്തരാണ്. ആ ഈമാനൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. എപ്പോഴും എല്ലാവരും റമദാൻ തന്നെ മരിക്കുന്നു ഉറപ്പില്ലാതെ അതിനുവേണ്ടി നമ്മൾ എന്താക്കണം? തയ്യാറാവുക തന്നെയാണ്. അള്ളാഹു ഈമാനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചു പണ്ഡിതന്മാരൊക്കെ ഈമാൻ എത്ര കിട്ടിയാലും പഠിച്ചവനെ ടെൻഷൻ അടിച്ച് ജീവിച്ച ആൾക്കാരാണ്. നമ്മളൊക്കെ അവസ്ഥ നേരെ തിരിച്ചാ. ഒരു ഈമാനും നോക്കില്ല, എന്നാലോ ഒന്ന് ഈമാനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളത്. നമ്മൾ പലരും ഏറ്റവും വലിയ വഞ്ചിതർ എന്താ പറയുക? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരാൾ ഏറ്റവും കൂടുതൽ വഞ്ചിതരാകപ്പെടാച്ചാൽ സ്വന്തം നന്മയിൽ തൃപ്തി അടയുമ്പോൾ. സ്വന്തം നന്മയിൽ തൃപ്തിയടയും. ഞാൻ ഇതൊക്കെ ചെയ്തിക്കല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ആണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിക്കല്ലോ, ഇങ്ങനെയൊക്കെ പോയാൽ ഒരിക്കലും ഇല്ല. നമ്മൾ വഞ്ചിതരായിട്ട് നമ്മൾ എത്ര ചെയ്താലും നമ്മൾ മനസ്സിലാക്കുക ഒന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. വല്ലാഹി സത്യം ഒന്നും ആയിട്ടില്ല. ഒരു കുന്തമേറ്റുകൊണ്ട് നാവിൽ കുന്തത്തിന്റെ കുത്തേറ്റ് മരിച്ച സുമയ്യ റളിയല്ലാഹുവിന്റെ കഥ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെന്തൊക്കെ ചിന്ത വരുമ്പോൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലാത്തൊരു കഥ ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബികൾ പറഞ്ഞു, അബൂ ഹുറൈറ പറഞ്ഞു, ഞാൻ മുശ്രിക്കുകൾക്ക് ഉറക്കെ ഖുർആൻ ഓതി കൊടുക്കുന്നതാണ്. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, അബൂ ഹുറൈറ അത് വേണ്ട, നീ ഓതി കൊടുക്കാൻ വേണ്ടി ഒരിടത്ത് പോയാൽ നിന്നെ എന്തായാലും അവർ അടിക്കുന്നതാണ്. പ്രശ്നമല്ല, ഞാൻ പോയി ഓതി കൊടുക്കുന്നതാണ്. ഓതി കൊടുക്കാൻ പോയി, ഓതിക്കൊടുത്തു, അവരടിച്ചു, അവശനായി ബോധം കിട്ടുന്നത്. ഈമാൻ ആലോചിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടികന്റെ ഈമാമത്തുണ്ടോ? അടി കിട്ടുന്ന ഉറപ്പായിട്ട് നീ പറയാൻ പോയിരുന്നു. നമ്മൾ എത്ര പേർക്ക് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആലോചിച്ചു. നമ്മളുടെ നാവിൽ നിന്ന് ദീന് എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചോന്റെ ഇസ്ലാമല്ലേ? പഠിച്ചോന്റെ ഈ ദീന് ഇന്റെ നാവുകൊണ്ട് ഒരുത്തൻ ഇസ്ലാമിലേക്ക് വന്നു എന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ശിർക്കിൽ നിന്ന്, ഒരു ബിദ്അത്തിൽ നിന്ന്, ഒരു തിന്മയിൽ നിന്ന്, ഒരു ഹറാമിൽ നിന്ന് ഒരു വ്യക്തി മാറി എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നും വേണ്ട, സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ, എന്റെ കുടുംബം പടച്ചോന്റെ തൃപ്തിക്ക് എതിരായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് എത്ര പേർക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും? എന്റെ കുടുംബത്തിലൊക്കെ ഹറാമുകളൊന്നും ഇപ്പൊ എന്റെ ഭാര്യ ഓള് നല്ല ദീന് കേൾക്കുന്നുണ്ട്,
എന്റെ മക്കൾ ദീനിന്റെ ചിട്ടയോടെ ജീവിക്കുന്നുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? ദീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു തൗഫീക്കാ ശരിക്കും. മക്കളൊക്കെ ദീനിന് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, മക്കളൊക്കെ എന്ത് വലിയ ജോലി നേടിയാലും ദീന് വേണ്ടി ഓടിച്ചാടി നടക്കുന്നത് നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലോ. ചില ഉമ്മമാരെ മക്കളെല്ലാം ഹാഫിളീങ്ങളാണ്, എല്ലാം പണ്ഡിതന്മാരാണ്, അതേ സമയത്ത് അവർക്ക് ഒരുപാട് ജോലികളുണ്ട്. ഇതൊക്കെ ഒരു തൗഫീഖാണ് ശരിക്കും. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം, ചോദിക്കണം പഠിച്ചോണ്ട്. അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, എനിക്ക് ഇണകളെ തന്നെ മക്കളെ തന്നെ ഖുർറത അയുൻ, കൺകുളിർമയുള്ള കുട്ടികളെ തന്നെ നമ്മൾ അത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അത് വല്ലാത്തൊരു തൗഫീഖാണ്. നമുക്ക് ഈമാൻ, നമ്മൾ ശരിക്കും ഈ ഈമാന്റെ വിഷയത്തിലൊക്കെ സ്വാർത്ഥരാണ്. പഠിച്ചോനെ എനിക്ക് വല്ലാണ്ട് ഈമാൻ ഉണ്ടാവണം, എന്റെ കുടുംബത്തിൽ ഈമാൻ ഉണ്ടാവണം. എങ്ങനെ കുടുംബത്തിൽ ഈമാൻ ഉണ്ടാവും? ഒരേ കുത്തിനെ ഉണ്ടാവില്ല. നമ്മുടെ ഈമാന്റെ പേര് ജസ്റ്റ് അളക്കാൻ മാത്രം ആലോചിച്ചു. ഇവിടെ വന്നിരുന്നതിൽ നമ്മളെത്ര പേര് ഇതിന് കുടുംബത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടാന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിന് എത്ര പേർക്ക് നമ്മൾ ഒരു ദീൻ കേൾക്കാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളെ ചെങ്ങായിമാർക്ക് ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. എത്ര പേര് നമ്മൾ കാരണം ഇസ്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചിന്തകളുണ്ടല്ലോ. നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ഹദീസൊക്കെ കേട്ടിട്ട് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാന്ന് ചിന്തിക്കല്ല വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഞ്ചിതരായി പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ദീന് പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ. നമ്മളൊക്കെ ഒരു കച്ചവടക്കാരനായിരിക്കെ, ഒരു ജോലിക്കാരനായിരിക്കെ നമ്മളെ ക്ഷേത്രം വഞ്ചിക്കുക ഈ ഒറ്റ വാചകത്വമല്ല, തിരക്ക്. റസൂലുള്ളാഹിന്റെ തിരക്ക്. ഈ അടുത്തൊരു പണ്ഡിതൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ആവർത്തിച്ചൊരു വാക്കാണ്, കച്ചവടത്തിന്റെ പേരിലാണ് തിരക്ക് പറയുന്നെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തിരക്ക് നോക്കി അങ്ങനെ ഉണ്ടാവുന്നത്. ഉസ്മാൻ റളിയല്ലാഹു കോടീശ്വരനാണ്, ഒരാൾക്ക് ഒരേ വെറുതെ കുത്തിനെ കോടീശ്വരനാകില്ല. ഉസ്മാൻ റളിയല്ലാഹു കോടീശ്വരനായിരുന്നു. ഇസ്ലാമിന് വേണ്ടി വല്ലാതെ സ്വതക്ക ചെയ്ത മനുഷ്യന്മാർ. അതേപോലെ തന്നെ ദാരിദ്ര്യം, സ്വതക്കന്റെ പേരിൽ ദാരിദ്ര്യം വായിക്കുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു ദരിദ്രനാണ്. കോടിക്കണക്കിന് റുപ്യ അദ്ദേഹം സ്വതക്ക കൊടുത്തു. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു രണ്ടാളും കൂടി ചെലവഴിച്ച് കൂട്ടി വെച്ചാൽ പോലും ഉസ്മാൻ റളിയല്ലാഹു കൊടുത്ത തൃപ്തിയാണ്. അതൊക്കെ നമ്മളുടെ ഈമാൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, ബിർ റോമ കിണർ മുസ്ലിങ്ങൾക്ക് ജൂതന്റെ അടുത്ത് വാങ്ങിച്ചു കൊടുത്ത സ്വർഗ്ഗം ഉണ്ട് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു ഓൺ ദ സ്പോട്ട് കൈമള ദീനാറൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തു. ആലോചിച്ചൊക്കെ ശരിക്കും സ്വർഗ്ഗം ഉണ്ടെന്ന് കേട്ട അവര് പോവാണ്, അവർ കൊടുക്കണം. എന്തു കൊടുക്കാൻ തയ്യാറ്? ഒരു ഹംദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് എനിക്ക് ഓർമ്മ. ഒരു സ്വഹാബി ഉഹദ് യുദ്ധവേളയിൽ മുസ്ലിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തി വഹീന്റെ അടിസ്ഥാനത്തിൽ. മുസ്ലിങ്ങൾ ശക്തമായ അടിയേറ്റൊരു യുദ്ധം ഉഹദ് യുദ്ധം. ആ സമയത്ത് റസൂൽ പറഞ്ഞു, ഈ യുദ്ധത്തിൽ നല്ല ശക്തമായി ഒരാളെന്ന് സ്വർഗ്ഗം ഉണ്ട്. ആ സമയത്ത് ഒരു സ്വഹാബി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഈത്തപ്പയം പിടിച്ചിങ്ങനെ തിന്നാൻ വേണ്ടി നിൽക്കുന്നു. ആ ഈത്തപ്പയം കഴിക്കുന്നത് പോലും, ഈത്തപ്പയം കഴിക്കാൻ എത്ര നേരം എടുക്കണം നമുക്കറിയാം. ആ ഈത്തപ്പയം കഴിക്കൽ പോലും പൂർണ്ണമാക്കാതെ അത് ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഓടിച്ചെന്ന് യുദ്ധം നടത്തുകയും ഷഹീദായി മരിക്കുകയും സ്വർഗം മരിക്കുകയും ചെയ്ത സ്വാധീനം ആലോചിച്ചാലേ. മരിക്കാൻ പോവാ, നമ്മൾ പച്ചമലത്ത് പറഞ്ഞ മരിക്കാൻ പോവാ, എന്തിനു പകരം? സ്വർഗം കിട്ടുന്ന പകരമായിട്ടുണ്ട്. ഈമാന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഈമാനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്ന വെച്ചാൽ, ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗം കിട്ടും. സുഹൃത്തുക്കളെ, ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ട്, ഈ ഹദീസും ആയത്തൊക്കെ കേട്ടിട്ടും നമ്മുടെ കൽബൊന്നും പിടയുന്നില്ലെങ്കിൽ നമ്മുടെ കൽബിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നിട്ടും നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ചിട്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം നമ്മുടെ കൽബിനുണ്ട്. നമ്മൾ മാറ്റണം. സ്വർഗം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സുന്നത്തെങ്കിലും അധികം ഈ ആയത്തും ഹദീസും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഒരു ഹറാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിന്റെ പേരിൽ മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ആയത്തും ഹദീസും നമ്മുടെ കൽബിൽ കൊണ്ടുവന്നാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞൊരു അടിസ്ഥാനമുണ്ട്. അള്ളാഹു ചില പേരൊക്കെ അവഗണിച്ചു വെച്ചിട്ടുണ്ട്. ഓനെത്രയായാലും ഓന ഇതിനുള്ള ആൾക്കാരല്ല. ചിലർക്ക് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, ചിലർക്ക് അഹ്ലുന്നാർ, ചിലർക്ക് നരകത്തിന്റെ ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ചിന്തിക്കുക, നമുക്ക് ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പഠിച്ചോ ഞാൻ നരകത്തിന്റെ ആളാണോ പഠിച്ചോ? അള്ളാഹു കുറച്ച് ആൾക്കാരെ നരകത്തിന്റെ ആൾക്കാരായി എഴുതി വെച്ചെന്നല്ലോ അവർക്ക്. അതിൽ പെട്ടുപോയിട്ടുണ്ട് പഠിച്ചു. അതാണ് ഇപ്പോൾ എന്തിനും തൗഫീഖില്ലാത്ത, ഒരു നന്മക്ക് വേണ്ടി മുന്നിടാനും തൗഫീഖില്ല, ദീൻ പഠിക്കാനും തൗഫീഖില്ല, പഠിച്ച ജീവിതത്തിൽ പകർത്താനും തൗഫീഖില്ല. അല്ലാഹുവേ, നീ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആൾക്കാരെ നരകത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞാനായി പെട്ടുപോയി പഠിച്ചു. എന്ന് ചിന്തിക്കുക, തിരിച്ചു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ മാസ്മരിക ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തെ ഇളക്കാൻ കഴിയണമെന്ന്. നമ്മൾ അബൂബക്കറിന് ഖുർആൻ കേട്ടപ്പോൾ കരഞ്ഞ ഹദീസും, ഉമർലാന് ഖുർആൻ കേട്ട ഹദീസൊക്കെ, നമ്മളെ ഖുർആൻ കേട്ടപ്പോൾ കരഞ്ഞ ഹദീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഹദീസും ആയത്തൊക്കെ കേട്ടതിനാ നമുക്കും കരയട്ടെ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. കരയാൻ നമ്മൾ ആഗ്രഹിക്കണം.
ആയത്ത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ, ഖുർആൻ പഠിക്കണം. അദാബിന്റെ ആയത്ത് കേൾക്കുമ്പോൾ ഒന്ന് കരഞ്ഞുകൊണ്ടില്ലേ എത്ര വട്ടം നമ്മളെ മൗനമായി നിന്നിട്ട് എത്ര ഇമാമിങ്ങള് അദാബിന്റെ ആയത്ത് തോന്നിട്ട് നരകത്തിൽ എന്താ ശിക്ഷ നമ്മൾ മനസ്സിലായിട്ടില്ല. പണ്ഡിതന്മാർ ചെയ്യുന്ന രീതി എന്താ അറിയോ? അദാബിന്റെ ആയത്തൊന്നും ഔദുബില്ല പഠിച്ചോ ഇന്ന ആ ശിക്ഷ എന്ന് കാക്കണ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന ആയത്തെത്തിയോ ആ സ്വർഗത്തിൽ ഇന്ന സ്വർഗത്തിന്റെ ആൾക്കാരിലാക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുവാന്ന്. അങ്ങനെ പ്രാർത്ഥിക്കണം, ആയത്തിന്റെ അർത്ഥം അറിയണം, ആശയം അറിയണം, വിശദീകരണം അറിയണം. അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മളെ ഈമാൻ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ അള്ളാഹിനെ അനുസരിക്കുമ്പോൾ എന്താവുള്ളൂ, അത് കൂടുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ ചില കുഴുക്കുത്തുകളാണ് ഉണ്ടാക്കുക നമ്മുടെ ഈമാൻ നില കുറക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈമാനെ കുറക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്ന നിസാരമായ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാൻ കുറക്കാൻ കാരണമാകും മൊബൈൽ ഫോണാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് നമ്മുടെ ഈമാൻ കൂട്ടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസാരം നന്നാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് നമ്മുടെ ഹസിൻ നീ നന്നാക്കുക, ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ റസൂലിനോട് ഒരിക്കലും ഒരാളെന്ന് ചോദിച്ചു, റസൂൽ എന്താ നന്മ എന്ന് ചോദിച്ചു. റസൂലിനൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട് റസൂൽ പറഞ്ഞു അൽ ബിർറു ഏറ്റവും നന്നായി പെരുമാറാന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസുണ്ട്, നമ്മൾ കാരണം ഒരാളെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പോലും പ്രതിഫലമുണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. പിന്നെ അതേപോലെ തന്നെ വസ്ത്രധാരണത്തെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം നമ്മുടെ ഈമാനെ ബാധിക്കും. ചെറിയ ചെറിയ കാരണം വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുന്ന അവഗണിച്ച് കളയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഈമാനെ ബാധിക്കുന്ന സുഹൃത്തുക്കളെ. വസ്ത്രധാരണത്തിൽ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ പലരും അശ്രദ്ധരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഗൗരവത്തിൽ കണ്ട ഒരു വിഷയമാണ്. റസൂൽ ഒരിക്കലും ജീവിതത്തിന്റെ വേളയിൽ ഒരിക്കൽ പോലും നിര്യാണിക്കതായ വസ്ത്രം ധരിച്ചിട്ടില്ല. ഒരു സ്വഹാബി അറിയാതെ, ഒരു സ്വഹാബി അറിവില്ലായ്മ മൂലം നിര്യാണിക്കതായ വസ്ത്രം ധരിച്ചു കണ്ടപ്പോൾ റസൂൽ പറഞ്ഞു ഇർഫ ഇതിന്റെ വസ്ത്രം ഉയർത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അസ്ഫല മിനൽ കഅബൈൻ മിനൻ നാർ നിര്യാണിക്കതായുള്ള വസ്ത്രം നരകത്തിലാണെന്ന് റസൂൽ പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ഈമാൻ തമ്മിൽ എന്താ ബന്ധം? ഈമാൻ കൽബിലല്ലേ കിടക്കുന്നുണ്ട്. ഈമാനെ ബാധിക്കുന്നു. ഈമാൻ കുറയും. ഈമാൻ കുറയുന്നെ ചെയ്യും. നമ്മുടെ സംസാരത്തിലെ പൊരുക്കുത്തുകൾ നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ ഈമാനെ പോലും ബാധിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും ഒരു ഹദീസിൽ പറയുന്നുണ്ട്, സ്വഹാബികളോട് റസൂൽ പറയാണ് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുക എന്നെ കാണാതെ എന്നെ അനുസരിച്ച ആൾക്കാരുണ്ട്. കാരണം സ്വഹാബികളെ ഭാഗ്യം വെച്ചൊക്കെ റസൂലുണ്ട് അവരുടെ മുന്നിൽ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ അനുസരിക്കാനും ഒരു ഈമാന്റെ ഒരു രൂപം തന്നെ അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അവർക്ക് വല്ലാത്ത സാഹചര്യം. എന്നാൽ റസൂൽ നമ്മുടെ മുന്നിലില്ല. നമുക്ക് ഒരുപാട് ഇഷ്കാരാത്തും സംശയങ്ങളും പരീക്ഷണങ്ങളും ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സമയത്തും റസൂലുള്ളാഹിനെ കാണാഞ്ഞിട്ടും റസൂലുള്ളാഹി പറഞ്ഞു എന്ന ഒറ്റ കാര്യം കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനെ അനുസരിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതിൽ കൂടുതൽ കൂലി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായി അവഗണിക്കുന്ന പലതും നമ്മുടെ ഈമാനിനെ ബാധിക്കാൻ സാധ്യത മനസ്സിലാക്കുക. അതൊന്ന് പഠിക്കുക. നമ്മുടെ ഈമാനെ പരോക്ഷമായി ബാധിക്കുന്ന കാര്യങ്ങൾ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. പിന്നെ നന്മകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല നന്മയിൽ ഒന്നിനെ പോലും നിസാരായി കാണണ്ട റസൂൽ പറയാ. ഒന്നേ നിസാരായി കാണണ്ട. അതിന്റെ റസൂൽ പറഞ്ഞ ഒരു സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കാണാന്ന് പറഞ്ഞാൽ അതൊന്നും നീ നിസാരായി കാണണ്ടെന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ പെട്ടതാണ് ഒരു പരുഷത. അത് മാറ്റണം. ചില ആൾക്കാർ പറയും ഇന്റെ സംസാര ശൈലി ഇങ്ങനെയാന്ന് പറയും, അല്ലെ ഇന്റെ ചില ആൾക്കാർ എനിക്കും ചിരിച്ചൂടെ കഴിഞ്ഞു. അപ്പൊ ആൾക്കാരെന്താ മറുപടി പറയാ, ഞാൻ ഇങ്ങനെയാടാന്ന് പറയും. അങ്ങനെ പറയരുതല്ലോ. മുസ്ലിമാണ് അങ്ങനെ പറയുന്നതല്ലോ. അങ്ങനെ ആവാനുള്ളല്ലോ. അതിലെല്ലാരും റസൂൽ ഹദീസ് പറഞ്ഞു. അത് തിരുത്താനല്ലേ റസൂൽ പറഞ്ഞ് മുഖപ്രസന്നതയോടുകൂടി ആൾക്കാരാണ് അഭിമുഖീകരിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ചിരിക്കുക, എല്ലാവരും സ്നേഹിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി റസൂൽ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈമാനിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിട്ടുനിൽക്കുക. ഈമാൻ നമുക്ക് കൂട്ടിത്തരാവുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ. അഥവാ അതിന് ഏറ്റവും വലിയ ലളിതമായ ഉദാഹരണമാണ് റസൂൽ പറഞ്ഞ ഹദീസ്, നാവിലെ ദിക്റുകൾ കൊണ്ടെന്താക്കുക. നമ്മൾ ദിക്റ് ശീലാക്കണം. ദിക്റ് ശീലാക്കണം. നമുക്ക് എന്തെങ്കിലും ശീലമാണ്. ഈ ആയത്തും ഹദീസും കേട്ടിട്ട് എന്നിട്ടും അങ്ങനെ തന്നെ ഇറങ്ങിപ്പോണ പിന്നെ കാര്യമില്ല. ഈ ആയത്തും ഹദീസും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് നന്നാവണം തോന്നുകയാണ്. നമ്മൾ നന്നാക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. ജോലിയുടെ വേളയിലും അല്ലാത്ത വേളയിലും നമുക്ക് ചിരിക്കൂടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ആരോടും പറയാത്ത എന്തെങ്കിലും നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പഠിച്ചവൻ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചെല്ലലുണ്ട്, 100 സുബ്ഹാനല്ലാഹ് ചെല്ലലുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് 100 ചെല്ലലുണ്ട്. ആരോടും പറയാത്ത കുറച്ച് നന്മകൾ നമുക്ക് ഉണ്ടെങ്കിലോ അതൊക്കെ ചിലപ്പം അതൊക്കെ ആയിരിക്കും നമ്മുടെ സ്വർഗത്തിൽ കയറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാരണത്താലാണ് നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് പറയാൻ കഴിയും. ഒരു നന്മയും നമ്മൾ നിസാരായി കാണരുത്. എല്ലാ ചെറുതായി കാണുന്ന നന്മയും റസൂൽ പറഞ്ഞേ, ഏതോ ഒരാൾ നായ്ക്ക് വെള്ളം കൊടുത്ത സംബന്ധമുണ്ടോ, ആ നായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര നിസാരം. എന്തിനാ റസൂൽ കഥ പറഞ്ഞാന്ന് അതുപോലും അതേക്കും ചിലപ്പോൾ നമ്മൾ ചെയ്ത് ഏത് നന്മ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിപ്പിക്കാൻ പറയാൻ കഴിയില്ല. അതുകൊണ്ട് നന്മയെ ഒന്നിനും നിസാരായി കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക, തിന്മയെ നിസാരമായി കാണുന്നത്. ചില തിന്മകൾ നമ്മുടെ നരകത്തെ ഉറപ്പിക്കുന്നു മനസ്സിലാക്കുക. അതാണ് ഒരു പൂച്ചക്ക് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയ സ്ത്രീ പൂച്ചനൊക്കെ ഇട്ടിട്ടതിന്റെ പേര് ഉപദ്രവിച്ചതിന്റെ പേര് നരകത്തിൽ പോയി നടക്കുന്നത്. എന്തിനാ റസൂൽ പറഞ്ഞ് നമ്മളെ നിസാരമാക്കി കണ്ട ഒരു തിന്മ നമ്മുടെ ഈമാനെ പൊളിച്ചു കളയുന്ന നരകം ഉറപ്പാക്കി പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈമാനെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കുക. ഈമാനം സാരമായി ബാധിക്കുന്ന കാരണങ്ങളെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. അവസാനമായി പറയാനുള്ളത്, നമ്മളിതുപോലത്തെ സദസ്സിൽ വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ തോളിൽ കേട്ട് കൊണ്ടുവരിക. പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ സദസ്സിൽ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ പോലല്ല. നാട്ടിൽ നമുക്ക് നമ്മുടെ വൈഫിനെയും മക്കളൊക്കെ എന്താക്കാം, കുത്തുബയൊക്കെ ഉണ്ടാവും, മലയാള കുത്തുബൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അതിന് പോലും അവസരമില്ല. പിന്നെ എവിടുന്ന് അവർക്ക് ഈമാനം കിട്ടുക? പുരയിൽ ഫോണിൽ നോക്കിയാൽ ഈമാൻ കിട്ടില്ല. ഫോണിൽ നിന്ന് കേൾക്കുന്ന വാദവും നേരത്തെ കേൾക്കുന്ന വാദവും അതിന്റെ കൂലിയൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് എനിക്കും കുടുംബത്തിന് സ്വർഗത്തിൽ പോകുന്ന ആളാണ് ആഗ്രഹിക്കും. മക്കളെയും ഭാര്യയെയും അനിയത്തെയും അളാമ്മമാരെയും എല്ലാവരും കൂടി നമ്മൾ വലിയ ഇതുപോലത്തെ സദസ്സിൽ. അതുകൊണ്ട് ഏത് സദസ്സിലും ആലോചിക്കുക, ഒരു അനുസരിക്കുന്ന വേണ്ട. നമ്മൾ കാരണം ഈ സദസ്സിൽ ആര് വന്നാലും അതിന്റെയൊക്കെ കൂലി നമുക്കല്ലേ, ആരെന്താ മാറെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കള്, നാട്ടിലൊരു സംഭവം ഉണ്ടായി, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു നാട്ടില്, ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിൽ ഒരു ഹത്തീബ് ഒരിക്കൽ ഒരു പരിപാടിയുടെ അനൗൺസ്മെന്റ് നടത്തി. പള്ളിയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞെന്താ വെച്ചാൽ, ആ പരിപാടി അദ്ദേഹം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഈ പരിപാടി കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട മസ്കലകൾ പറയുന്ന ഒരു സദസ്സാണ്. അല്ല, മസ്കല പറയുന്ന ഒരു വിജ്ഞാനവേദി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കച്ചവടക്കാരെ നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ അദ്ദേഹം ഇങ്ങനെയും കൂടി പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അധികാരമുള്ള കുറെ നിങ്ങളുടെ കീഴിൽ കുറെ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വരും തോന്നി കുറച്ച് ആൾക്കാരില്ലേ എന്ന് ചോദിച്ചു. ആരെയും കൂടി നിങ്ങൾ കൊണ്ടുവരട്ടോ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരാൾ സീരിയസ് ആയിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, ഒരു ആർക്കിടെക്ട് എഞ്ചിനീയർ. അദ്ദേഹം തൊട്ടടുത്ത ആ ക്ലാസ്സിൽ വരുമ്പോൾ ഒരു നിലക്കും ആ സദസ്സിൽ നിന്ന് വരാൻ സാധ്യതയില്ലാത്ത അദ്ദേഹത്തിന്റെ തൊഴിലാളികളെ കൂട്ടിയിട്ടാണ് അദ്ദേഹം സദസ്സിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓരൊക്കെ കേട്ടാ കൂലി കിട്ടില്ലോ എന്ന് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ആഗ്രഹം, ആ ഒരു ത്വര, ആ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് ഇതുപോലത്തെ ഖുർആനും ഹദീസും റസൂലുള്ളാഹിനെ പറ്റിയൊക്കെ പറയുന്ന ഹദീസുകളുടെ സദസ്സിലേക്ക് ധാരാളമായി കൊണ്ട് ആളുകളെ കുടുംബസമേതം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ ഈമാൻ എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുനിൽക്കുകയാണ് തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈമാൻ ധാരാളമായി നൽകുന്ന ഒരു വിഷയമാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. ധാരാളമായി കൊണ്ട് എന്നും ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്. രണ്ട് പ്രോഗ്രാമുകൾ പറയണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ സാധാരണ കച്ചവടക്കാർക്ക് പല ടൈമാണ്. കച്ചവടക്കാർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല, ഖുർആൻ പഠിക്കാൻ പറ്റിയെന്ന് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ്, ഈ വെള്ളിയാഴ്ച രാവിലെ മുതൽ സുബൈക്ക് ഒരു 5 മണി മുതൽ ഒരു 30-40 മിനിറ്റ് നമ്മൾ ഉറപ്പടി ഖുർആൻ ക്ലാസ് വെക്കും. സൂറത്തുൽ ഫാത്തിഹ മുതൽ ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഓരോ വീടുകളിലൊക്കെ കയറി ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ വരുന്ന ആൾക്കാർ നമ്മൾ പറയാം, നമ്മളെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവില്ല ഏത് പരിസരത്തുകളൊക്കെ പറയാം, നിങ്ങൾക്കൊക്കെ അവസരം കിട്ടോ, നിങ്ങൾക്കൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുബൈക്ക് ശേഷം വെള്ളിയാഴ്ച ക്ലാസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരിക എന്ന് പറയാം. നമുക്ക് ആർക്കും വരാൻ പറ്റുകയാണെങ്കിൽ വരിക.